ഹായ് വെൽക്കം ബാക്ക്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങൾ ഇതുവരെ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതിനു മുന്നേ ഇത് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാനലിൽ കയറി വീഡിയോസ് കാണുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് കാണും. ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള നോർമൽ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വെച്ചാൽ, നോർമലി നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും സ്കിൻ കെയർ ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ബേസിക് സ്കിൻ കെയർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ടീനേജേഴ്സിനെ ആയിക്കോട്ടെ, നിങ്ങൾ അഡൽട്ട് ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും നമുക്ക് ബേസിക് സ്കിൻ കെയർ ചെയ്യാം. ബേസിക് സ്കിൻ കെയർ എപ്പോഴും വരുന്നത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ 3 കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഫേസ് ക്ലീൻ ആക്കി വെക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ. ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് നമ്മൾ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഫസ്റ്റ്, ഇപ്പൊ നമ്മൾ ടീനേജിലൊക്കെ ആണെങ്കിൽ നോർമലി സ്കിൻ ടൈപ്പ് വരിക നോർമൽ, അതല്ലെങ്കിൽ എക്സ്ട്രീംലി ഓയിൽ. ചില ആൾക്കാർക്ക് ഡ്രൈ സ്കിന്നും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഇനി അഥവാ നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ അതല്ലെങ്കിൽ എന്തിട്ടാണോ നിങ്ങൾ ഫേസ് കഴുകുന്നത് അതിട്ട് ഫേസ് കഴുകാനായിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ കഴുകുമ്പോഴത്തേക്ക് ഒരു 1 അവറോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കഴുകുന്ന സാധനം എക്സസീവായിട്ട് പതയുള്ളതാണെങ്കിൽ അരമണിക്കൂർ മതി. അതല്ല, നിങ്ങൾ പതയൊന്നും ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള ജെന്റിൽ ഫേസ് വാഷ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മതി. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ഫേസ് ഒന്ന് കഴുകുക. വെള്ളം കൊണ്ടാണ് കഴുകുന്നതെങ്കിൽ 2 hours വെയിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസ് ഒന്ന് ഡ്രൈ ചെയ്യുക. ഫേസിൽ പിന്നെ മോയ്സ്ചറൈസറോ ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല, വെറുതെ നിൽക്കുക. അപ്പൊ നിങ്ങളുടെ ഫേസിൽ എന്താണോ ഫീൽ ആവുന്നത്, ഇപ്പൊ നിങ്ങൾ സോപ്പ് ഇട്ടോ അല്ലെങ്കിൽ നല്ല പതയുള്ള സാധനമാണെങ്കിൽ നിങ്ങൾ 30 minutes കൊണ്ട് നമുക്കത് മനസ്സിലാവുമല്ലോ. അതല്ല, നിങ്ങൾ ക്ലെൻസർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 hour, വാട്ടർ ആണെങ്കിൽ നമുക്ക് 2 hour മനസ്സിലാവും. അപ്പൊ ഈ ഒരു ടൈം ഗ്യാപ്പ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നോക്കുക, നിങ്ങളുടെ ഫേസ് മൊത്തത്തിൽ എണ്ണമയം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഫേസിൽ ഒട്ടിക്കുമ്പോഴും നമുക്ക് ആ ഒരു എണ്ണമയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് എക്സ്ട്രീംലി ഓയിലിയാണ്. ഓക്കെ, അതല്ല, നിങ്ങൾ ഫേസിൽ ചില ഭാഗത്ത് മാത്രമേ ആ ഒരു എണ്ണമയം ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ ആണ്. ചില ഭാഗം ചിലപ്പോൾ ഒന്നും തോന്നത്തില്ല. എങ്ങനെയാണ്, നിങ്ങൾ കോമ്പിനേഷൻ ടു ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും അത്. ആ കോമ്പിനേഷനിൽ ഓയിൽനെസ് നോർമലും ആയിരിക്കും. ചില ആൾക്കാർക്ക് ചില ഭാഗങ്ങൾ നല്ല ഓയിൽനെസ് ആയിരിക്കും, ചില ഭാഗം എക്സ്ട്രീംലി ഡ്രൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കോമ്പിനേഷൻ ആയിരിക്കും, പക്ഷെ ഓയിലി ഡ്രൈ കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പിന്നെ ചില ആൾക്കാർക്ക് ഒന്നും തോന്നത്തില്ല, ഫേസ് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ ആയിരിക്കും ഇരിക്കുക. അങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും ഇത്തിരി പോലും പൊട്ടിനും പൊടിക്കുകയോ ചെറിയൊരു ഓയിൽനെസ്സോ അല്ലെങ്കിൽ ചെറിയ ഡ്രൈനെസ്സോ ഉണ്ടാവും. എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിൻ ആയിരിക്കും. അതല്ല, നിങ്ങളുടെ സ്കിൻ ഒരുമാതിരി വലിഞ്ഞ് ടൈറ്റ് ആവുന്ന കണക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കിൻ ടൈപ്പ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഉറക്കം എണീക്കുമ്പോഴത്തേക്ക്, അതായത് നിങ്ങൾ രാത്രി ഒന്നും ചെയ്യേണ്ട, ഫേസിലൊന്നും അപ്ലൈ ചെയ്യേണ്ട, രാവിലെ ഉറക്കം എണീച്ചിട്ട് കണ്ണാടി നോക്കുക. കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഷൈനി ആയിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടേത് ഓയിലി ആയിരിക്കും. ഫേസ് ഫുള്ള് ഷൈനി ആയിട്ടിരിക്കുന്നെങ്കിൽ. അതല്ല, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഷൈനസ് തോന്നുന്നതെങ്കിൽ നിങ്ങളത് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അതായത് ഒന്നുകിൽ നോർമൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഡ്രൈ കോമ്പിനേഷൻ ആയിരിക്കും. അതല്ല, നിങ്ങൾക്ക് രാവിലെ എനിക്ക് ഫേസ് ഭയങ്കര ഡള്ളായിട്ട് വലിഞ്ഞ് വിണ്ട് കീറിട്ടൊക്കെയാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്. ഈ 2 രീതിയിലാണ് നമ്മൾ നോർമലി സാധാരണ നമ്മൾ ഫേസ് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത്. സ്കിൻ ടൈപ്പ് എന്തുകൊണ്ട് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാതെ നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ അത് ഇറിറ്റേറ്റഡ് ആക്കും. കാരണം ഓരോ പർട്ടിക്കുലർ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് സ്കിൻ കെയർ നമ്മൾ ബേസിക്കലി ചെയ്യാറ്, ബേസിക് സ്കിൻ കെയർ ചെയ്യാറ്. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മൾ ഇപ്പം ഡ്രൈ സ്കിൻകാർ, ഓയിലി സ്കിൻകാർ സാധനം ഇടുമ്പോൾ നിങ്ങളുടെ ഫേസ് വീണ്ടും എക്സ്ട്രീംലി ഡ്രൈ ആവും. അല്ലെങ്കിൽ ഓയിലി സ്കിൻകാർ വീണ്ടും ഡ്രൈ സ്കിൻകാരുടെ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ സ്വെറ്റിങ്, അതുപോലെ ആക്നെ ബ്രേക്ക്ഔട്ട്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കാൻ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയറിൽ സ്കിൻ ടൈപ്പ് അറിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള റൊട്ടീനിലോട്ട് പോവാം. നമ്മൾ സ്കിൻ കെയർ റൊട്ടീനിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഒന്ന്, നമുക്ക് സ്കിൻ കെയർ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. കാരണം ഒരു 2 ആഴ്ച കൊണ്ട് നമുക്ക് ഒരിക്കലും സ്കിൻ കെയറിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന സ്കിൻ വെളുക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വേറെ സ്കിന്നിൻ്റെ നാച്ചുറൽ കളർ മാറ്റാനോ ഒന്നുമല്ല. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്.
അടുത്ത മൂന്നാമത്തെ കാര്യം, സ്കിൻ കെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ ബാരിയർ നശിക്കാൻ പോകില്ല. പക്ഷേ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് അനാവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ഗിമിക്കുകളിൽ വീണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ ചിലപ്പോൾ നശിക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം. അടുത്ത മൂന്നാമത്തത്, നമുക്ക് എപ്പോഴും പറയും ഈ ഒരു ഗ്ലാസ് സ്കിൻ റൊട്ടീൻ്റെ ബേക്കിലേക്ക് നമ്മൾ പോകും. അതായത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഒരു ഗ്ലാസ് ലുക്ക് അപ്പിയറൻസ് വരുന്നത്. ഈ ഒരു ഗ്ലോയി അപ്പിയറൻസ് നമുക്ക് ബേസിക്കലി വരുന്നത് നമ്മൾ ഗ്ലാസ് സ്കിൻ ആവാൻ നമ്മുടെ ഫേസ് പ്ലാസ്റ്റിക് ഒന്നും അല്ല വെട്ടോ അടിച്ചിട്ട് തിരിച്ചു പോയി. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചെറിയ ഗ്ലോ കിട്ടുന്നതാണ് ആ ഗ്ലാസ് സ്കിൻ അപ്പിയറൻസ് പറയുന്നത്. പിന്നെ കൊറിയക്കാരുടെ സ്കിൻ നമുക്ക് ഒരിക്കലും കിട്ടാൻ പോണില്ല. കാരണം അവിടുത്തെ ക്ലൈമറ്റും നമ്മുടെ ക്ലൈമറ്റും ഒന്നും ഒരുപോലെ അല്ല. അവരുടെ ഫുഡ്, അവരുടെ DNA ഒന്നും അല്ല നമുക്കുള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലോട്ടും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോട്ടും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും നമുക്ക് സ്കിൻ കെയർ കൂടെ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതാണ് സത്യം. നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റും, സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും, സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇത്ര മാത്രമേ നമുക്ക് സ്കിൻ കെയർ കൂടെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സസീവായിട്ട് എന്തെങ്കിലും സ്കിൻ ഡിസീസസ് ഉണ്ടെങ്കിൽ, അതായത് ഹൈ ആയിട്ട് നിങ്ങൾക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ എക്സിമ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഹൈപ്പർ പിഗ്മെന്റേഷൻസ് എക്സസീവ് ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബേസിക് സ്കിൻ കെയർ കൊണ്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് സ്കിൻ കെയർ കൊണ്ടോ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോകണം. അതിന് എന്തായാലും ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ പല്ല് തേക്കുമ്പോൾ പേസ്റ്റ് യൂസ് ചെയ്യും. പക്ഷെ പല്ലിന് കേടുണ്ടെങ്കിൽ പേസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പല്ലടയ്ക്കണം, ആർസ് ചെയ്യണം, ക്രൗൺ ചെയ്യേണ്ടതെന്ന് ക്രൗൺ ചെയ്യണം, ബ്രിഡ്ജ് ചെയ്യേണ്ടതെന്ന് ബ്രിഡ്ജ് ചെയ്യണം, ഇംപ്ലാന്റ് ചെയ്യേണ്ടതെന്ന് ഇംപ്ലാന്റ് ചെയ്യണം. അപ്പം അതുപോലെയാണ് നമ്മുടെ സ്കിൻ കെയർ. സ്കിൻ കെയർ നമ്മുടെ സ്കിൻ്റെ ഹെൽത്ത് നോക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ്. അല്ലാണ്ട് അത് എക്സസീവായ ഡിസീസ് കണ്ടീഷനിലോട്ട് പോയാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് സ്കിൻ കെയർ റൊട്ടീനിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ഓയിലി സ്കിൻകാരുടെ ബേസിക് സ്കിൻ കെയർ റൊട്ടീനിൽ നിന്ന് തുടങ്ങാം. ഓയിലി സ്കിൻകാർ എങ്ങനത്തെ ഫേസ് വാഷ് യൂസ് ചെയ്യണം? നിങ്ങൾ കൂടുതലും ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ, അതെ ജെൽ ടൈപ്പ് ഇൻ ദ സെൻസ് നന്നായിട്ട് ഫോം ചെയ്യുന്ന ഫേസ് വാഷുകൾ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രീമി ടൈപ്പ് കൺസിസ്റ്റൻസിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഫോമിംഗ് ടൈപ്പ് ഫേസ് വാഷസിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾക്ക് എന്ത് ആക്റ്റീവ്സ് ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ആക്റ്റീവ് അടങ്ങിയ ഫേസ് വാഷസ് യൂസ് ചെയ്യാം. 1 to 2% ആണ് നോർമലി കൗണ്ടർ ടോപ്പിൽ ആക്റ്റീവ് സാലിസിലിക് ആസിഡ് നമ്മൾ ഫേസ് വാഷിന്റെ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബിഗിനർ ആയിട്ട് ഞാൻ 1% സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അതല്ല നിങ്ങൾക്ക് നിങ്ങൾ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഓൾട്ടർനേറ്റ് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് 2% സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. ഇഷ്യൂസ് ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കാം. ഇനി എങ്ങനെ നമ്മൾ ഇപ്പോൾ മോർണിംഗിന് ഫേസ് വാഷ് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓയിലി സ്കിൻകാർക്ക് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളത് എക്സസീവായിട്ട് ഓയിലി സ്കിന്നാണ്, രാവിലെ എണീക്കുമ്പോൾ ഫേസിൽ ഒരു എണ്ണമയം ഉണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗും നൈറ്റും ഫേസ് വാഷ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മോർണിംഗും നൈറ്റ് ഞാൻ എപ്പോഴും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഒരു ബിഗിനറിന് പ്രിഫർ ചെയ്യത്തില്ല. കാരണം ആക്റ്റീവാണ്, 2 പ്രാവശ്യം ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിൻ അഡ്ജസ്റ്റ് ആവാതെ ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് മോർണിംഗിൽ ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിളിൻ്റെ കൈൻഡ് ടു സ്കിൻ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ കോസറെക്സിൻ്റെ മോർണിംഗ് ഫേസ് വാഷും നല്ലൊരു ഓപ്ഷനാണ്. ഇത് രണ്ടും ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയും ഓയിൽസിനെയും കളയും. പക്ഷെ നാച്ചുറലായിട്ട് ഒരുപാട് ഓയിലിനെ ഇത് സ്ട്രിപ്പ് ഔട്ട് ചെയ്യത്തുമില്ല. സോ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് മോർണിംഗിൽ യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസർ ആണ്. ഓയിലി സ്കിൻകാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ പോസ് ക്ലോഗ് ആവാത്ത മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സ്കിൻ ഓയിലി ആവുന്നത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോസിൻ്റെ അപ്പിയറൻസും കൂടുതലായിരിക്കും, നമ്മുടെ പോസ് കുറച്ച് വലുതുമായിരിക്കും. അപ്പം നമ്മുടെ പോസ് അടയുന്ന ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പം ഇൻഗ്രീഡിയൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ, അതല്ലെങ്കിൽ നമ്മൾ വാസ്ലിൻ പിന്നെയും നമുക്ക് അധികം അങ്ങോട്ട് ക്ലോഗ് ആക്കും. പക്ഷെ ഏറ്റവും നന്നായിട്ട് ക്ലോഗ് ആക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലാണ്, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ ഡെറിവേറ്റീവ്സ്. ഇത് നമ്മുടെ പോസിനെ ക്ലോഗ് ആക്കും. അതടങ്ങിയത്, അതല്ലെങ്കിൽ വേറെ കൊബിനോജനിക് ഏജൻസ് ഉള്ള മോയ്സ്ചറൈസേഴ്സ്, അതായത് തിക്ക് കൺസിസ്റ്റൻസി ഉള്ള മോയ്സ്ചറൈസേഴ്സിന് പകരം ജെൽ ടൈപ്പും ലൈറ്റ് വെയ്റ്റഡും ഓയിൽ ഫ്രീ നോൺ കൊബിനോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു സംശയം ഓയിലി സ്കിൻകാർ ചോദിക്കുന്നത്, എനിക്ക് മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെത് ഓയിലി സ്കിൻ അല്ലേ എന്ന്.
ഫേസിൽ ഓയിൽനെസ് കൂടുന്നത് സ്കിന്നിന് ഹൈഡ്രേഷൻ സ്കിന്നിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇന്നഫ് ഹൈഡ്രേഷൻ പിടിച്ചു നിർത്താൻ പറ്റാത്തപ്പം സ്കിൻ ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് തടയാനായിട്ട് നമ്മൾ സ്കിന്നിൽ നന്നായിട്ട് ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോൺ കോമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് മോയ്സ്ചറൈസർ, ഫോക്സ്ടെയിലിൻ്റെ അക്വാമറീൻ മോയ്സ്ചറൈസർ, നമ്മുടെ ന്യൂട്രിജിയയുടെ ഹൈഡ്രോ ബൂസ്റ്റർ മോയ്സ്ചറൈസർ, അതല്ലാന്നുണ്ടെങ്കിൽ റിക്വലിൻ്റെ ജെൽ ടൈപ്പ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, മിനിമലിസ്റ്റിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, ഫോർമുലാറെക്സിൻ്റെ ഹൈഡ്രാവെയിൽ മോയ്സ്ചറൈസർ നമുക്ക് നോൺ കോമഡോജനിക് ആയിട്ട് പറ്റിയ മോയ്സ്ചറൈസേഴ്സ് ആണ്. ഇതേ മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾക്ക് ഓയിൽ ആഗ്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് സൺസ്ക്രീനിലോട്ട് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഫേസിൽ ഒരുപാട് തിക്കായിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പോസ് അടയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ പെട്ടെന്ന് എക്സസീവായിട്ട് സ്വെറ്റിങ്ങിൽ അത് ലീഡ് ചെയ്യും. മാത്രമല്ല നമ്മൾ കൊമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. അപ്പോൾ അതില്ലാത്ത നോൺ കൊമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് വേണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിക്സ്റ്റർമയുടെ ജെൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സിലിമാക്സിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. കോസറെക്സിൻ്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, ഡീകൺസ്ട്രക്റ്റിൻ്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ നമുക്ക് ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാം. പിന്നെ വിഷ് കെയറിൻ്റെ നിയാസിനമൈഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ് ഓയിലി സ്കിൻകാർക്ക്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല രീതിയിൽ ഹൈഡ്രേറ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം എക്സ്ട്രീംലി ഓയിലി സ്കിൻകാർക്ക് ഫേസിൽ എക്സസീവായിട്ട് ഓയിൽനെസ് തോന്നിക്കാം, അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെവിനെസ് തോന്നിക്കാം. അങ്ങനെയാണെങ്കിൽ നിയാസിനമൈഡിൻ്റെ ഈ ഒരു വിഷ് കെയറിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു സൺസ്ക്രീനകത്ത് ഇതിന് ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ 2 ഫിംഗർ റൂൾസിൽ മസ്റ്റായിട്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓവറായിട്ട് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഒരു 1 ഫിംഗർ എടുക്കുക, ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക, ദെൻ സെക്കൻഡ് ഫിംഗർ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ 2 ഫിംഗർ റൂൾസിൽ വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യമാകുമ്പോൾ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ അവിടെ ഫിനിഷായി. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു ഓയിലി സ്കിൻകാർക്ക് വരുന്നൊരു സംശയമാണ്, ഞാൻ ഫേസ് എത്ര തവണ കഴുകണം? നിങ്ങളുടെ ഫേസ് എത്ര ഓയിലിയോ ആയിക്കോട്ടെ, മാക്സിമം 2 പ്രാവശ്യത്തിൽ കൂടുതൽ കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് സ്കിൻ ടൈപ്പ് ആയാലും. കാരണം നമ്മൾ ഒരുപാട് നേരം പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന സൺസ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷൻ കുറയും. അപ്പോൾ ഒരുപാട് നേരം പുറത്ത് നിൽക്കുകയാണെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഗ്യാപ്പിൽ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേസിൽ സൺസ്ക്രീൻ ഉണ്ട്, മോയ്സ്ചറൈസർ ഓക്കെ ഫൈൻ, സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഈ സൺസ്ക്രീൻ ചിലപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഒരു ഫേസ് വാഷിൽ കഴുകി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഓയിലി സ്കിൻകാർക്ക് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റിയ ക്ലെൻസിങ് ഓയിൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസിങ് ഓയിൽ, അതല്ലെങ്കിൽ നമ്മുടെ എർത്ത് ക്ലെൻസിങ് ഓയിൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എങ്ങനെ ഡബിൾ ക്ലെൻസ് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളുടെ ഫേസ് ക്ലീൻ ആയിട്ട് അങ്ങനെ തന്നെ വെക്കുക, ഒന്നും ചെയ്യേണ്ട, കൈ നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുക. എന്നിട്ട് ഈ കയ്യിലോട്ട് 1 or 2 അല്ലെങ്കിൽ ഒരു 4 ഡ്രോപ്സ് നിങ്ങളുടെ ക്ലെൻസിങ് ഓയിൽ എടുക്കുക, ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് വെള്ളം കഴുകുമ്പോൾ ഇത് വൈറ്റ് കളർ ഇമൽസിഫൈ ആയിട്ട് പോകും. അങ്ങനെ ഇമൽസിഫൈ ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഓയിലും നമ്മുടെ സൺസ്ക്രീനും ഡേർട്ടും എല്ലാം മെൽറ്റ് ഔട്ട് ആയി പോയി എന്നാണ് അർത്ഥം. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് കുറച്ചുകൂടെ വെള്ളം കൊണ്ട് കഴുകുമ്പോൾ ഈ ഒരു വൈറ്റ് കളർ ആ ഒരു ഇത് പോവും ഫേസിൽ നിന്ന്. അതിനുശേഷം നിങ്ങൾ രാവിലെ യൂസ് ചെയ്ത ഫേസ് വാഷോ അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷോ നൈറ്റ് യൂസ് ചെയ്യുക. സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ റെക്കമെൻഡേഷൻസ് നോക്കിയാൽ 1% മതിയെങ്കിൽ ഡെർമോകോഡ് 1% യൂസ് ചെയ്യാം. 2%ലോട്ട് പോവുകയാണെങ്കിൽ ഡെർമോകോഡ് 2% നല്ലൊരു ഓപ്ഷനാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിലെ 2% ഉണ്ട്, ഫോക്സ്ടെയിലുണ്ട്, ആക്നെ സ്ക്വാഡിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, ഈ ഒരു ഫേസ് വാഷിലൊന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ എന്താ പറയുന്ന ഫോമിംഗ് ടൈപ്പ് ഫേസ് വാഷസ് ആണ്. അതിൽ നമ്മുടെ പ്ലമ്മിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്.
അപ്പം ഓയിലി സ്കിൻകാരുടെ ഡൗട്ട് ഇവിടെ കോമൺ സ്കിൻ കെയർ റൊട്ടീൻ ഇവിടെ തീർന്നു. നമുക്ക് അടുത്ത സ്കിൻ ടൈപ്പിലോട്ട് പോകാം. ഇനി നമുക്ക് ഡ്രൈ സ്കിൻകാരുടെ റൊട്ടീനിലോട്ട് പോകാം. എന്തുകൊണ്ട് ഞാൻ ഓയിലി കഴിഞ്ഞിട്ട് നേരെ ഡ്രൈയിലോട്ട് പോയി ഇടയ്ക്ക് നോർമലും കോമ്പിനേഷനും ഒക്കെ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നോർമലും കോമ്പിനേഷനും ഈ ഓയിലി സ്കിൻകാരുടെയും ഡ്രൈ സ്കിൻകാരുടെയും റൊട്ടീൻ വെച്ചിട്ട് മിക്സപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ഡയറക്റ്റ് രണ്ട് എക്സ്ട്രീം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോർഷൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ സ്കിൻ പറയാമെന്ന് പറയുന്നത്. ഡ്രൈ സ്കിൻകാരുടെ ഫേസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിന്നിൽ ഹൈഡ്രേഷനേ ഇല്ല. നിങ്ങളുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ പ്രൊഡക്ഷൻ ഇനഫായിട്ട് നടത്തത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഫേസിൽ ഉണ്ടാവണേന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടൊക്കെ നമുക്ക് ഫീൽ ആവും. കാരണം ഹൈഡ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു എന്താ പറയുക, നമ്മൾ തൊടുമ്പോൾ ഒരു വൈറ്റ് കളർ വരയൊക്കെ വരും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേണം എപ്പോഴും സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഒരിക്കലും ഓവറായിട്ട് കഴുകിക്കളയുന്ന ഫേസ് വാഷസ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. മോർണിംഗിൽ നിങ്ങൾ നിങ്ങൾക്ക് ഫേസിൽ സ്വെറ്റിങ്ങോ അതല്ലെങ്കിൽ സലൈവയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ മോർണിംഗിൽ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ വെള്ളം ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് വെറുതെ വെള്ളം വെച്ച് കഴുകി വിട്ടാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതാണ് മോയ്സ്ചറൈസേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് മോയ്സ്ചറൈസേഴ്സ്. ഡ്രൈ സ്കിൻകാർക്ക് എന്ത് വന്നാലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മോയ്സ്ചറൈസേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ, റിക്വലിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ, വിത്തിൻ ബ്യൂട്ടിയുടെ പർപ്പിൾ കളർ മോയ്സ്ചറൈസർ. ഈ വിത്തിൻ ബ്യൂട്ടിയുടെ പർപ്പിൾ കളർ എന്ന് വെച്ചാൽ ജെൽ ടൈപ്പ് ആയിരിക്കും, പക്ഷെ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ തരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല റെക്സിന്റെ ഡ്രൈ സ്കിൻകാരുടെ മോയ്സ്ചറൈസർ, മിനിമലിസ്റ്റിന്റെ മെറുല ഓയിൽ മോയ്സ്ചറൈസർ, സെറ്റാഫിലിന്റെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ, സിമ്പിളിന്റെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസറും ഒക്കെ നമ്മളെ ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് മോയ്സ്ചറൈസേഴ്സ് ആണ്. അതിനുശേഷം പ്രൊട്ടക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മുടെ സൺസ്ക്രീൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് 6 ടേമിന്റെ ഡ്രൈ സ്കിന്റെ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഹൈഫന്റെ ഓൾ ഇൻ വൺ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. വിഷ് കെയറിന്റെ ഗോഡ്മിൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് ഹെവി ആയിട്ടൊരു സൺസ്ക്രീൻ വേണമെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ മൾട്ടി വിറ്റാമിൻ സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ അവിടെ കഴിഞ്ഞു. നൈറ്റിൽ നിങ്ങൾക്ക് ഡബിൾ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ക്ലെൻസിങ് ഓയിൽ, എർത്ത് ക്ലെൻസിങ് ഓയിൽ, ഡോക്ടർ ഷെയ്ത്തിന്റെ ക്ലെൻസിങ് ഓയിൽ, സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ. സത്യത്തിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്ലെൻസിങ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലി സ്കിൻകാരുടെ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സിമ്പിളിന്റെ കൈൻഡ് ടു ഹാർട്ട് ഫേസ് വാഷ് ഞാൻ ഓയിലി സ്കിൻകാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റാഫിലിന്റെ ജെന്റിൽ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഹൈഫന്റെ റൈസ് വാട്ടർ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ കോസറെക്സിന്റെ മോർണിംഗ് ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. ഇത്രയും നിങ്ങൾക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഫേസിൽ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ്. അല്ലെങ്കിൽ ഡോക്ടർ ഷെയ്ത്തിന്റെ സെക്ക സെറമൈഡ് സൺസ്ക്രീൻ ഫേസ് വാഷ് ഉണ്ട്, ഇത് നല്ലൊരു ഓപ്ഷൻ. അങ്ങനെ ഏതെങ്കിലും ജെന്റിൽ ആയിട്ടുള്ളൊരു ഫേസ് വാഷസ് യൂസ് ചെയ്യാം. ഈ ഫേസ് വാഷിനെ നിങ്ങൾക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ഫേസ് എക്സീവ് ഡ്രൈ ആണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് നമുക്ക് മോർണിംഗിൽ വേണ്ട. നമ്മുടെ ഫേസിൽ അത് അഴുക്കില്ലല്ലോ മോർണിംഗിൽ, അപ്പം നമുക്ക് ഫേസ് വാഷ് വേണ്ട. ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് കഴിയാൻ മതി. നൈറ്റിൽ ഡെഫിനറ്റ്ലി ഫേസ് വാഷ് യൂസ് ചെയ്യാം. നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഫേസ് വാഷ് ചെയ്യേ വേണ്ട എന്നൊരു ഡൗട്ട് എല്ലാവർക്കും വരും. അങ്ങനെയല്ല, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി 2 പ്രാവശ്യം ഫേസ് വാഷ് യൂസ് ചെയ്താണെങ്കിലും മിനിമം 1 പ്രാവശ്യമെങ്കിലും കഴുകാൻ മതി. അതല്ല ജസ്റ്റ് വെള്ളം കൊണ്ടാണെങ്കിൽ 2 പ്രാവശ്യം ഡെഫിനറ്റ്ലി ഫേസ് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഫേസിൽ നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യാതെ ഫേസ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡ്രൈ സ്കിൻകാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ വെള്ളം കൊണ്ട് 1 പ്രാവശ്യം കഴിയുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ആവാനായിട്ട് പോകില്ല. കാരണം അത് ജസ്റ്റ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എടുത്ത് കളയത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിലെ നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ആയും വീണ്ടും ഫേസ് ഡ്രൈ ആവും. പിന്നെ എപ്പോഴും ഡ്രൈ സ്കിൻകാർക്ക് ഹൈഡ്രേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ, നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഇനഫായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ഹൈഡ്രേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് കുറച്ച് വർക്ക് ചെയ്യും. അപ്പം അത് കാരണം നമ്മുടെ ഫേസിൽ നാച്ചുറലായിട്ട് കുറച്ച് ഓയിൽ വരും. അതുകൂടാതെ നമ്മൾ ഓൾറെഡി ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യുന്നുണ്ട് മോയ്സ്ചറൈസേഴ്സിൽ. അത് ഹ്യൂമെക്റ്റന്റും ഇമോളിയന്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹൈഡ്രേഷൻ ലോക്ക് ആക്കുന്നുണ്ട്. നമ്മുടെ ഫേസിന് ആ ഒരു ഡ്രൈനെസ്സും ഡൾനെസ്സും ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ മാറി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് 2 ഫേസ് വാഷും മോയ്സ്ചറൈസറും ഡ്രൈ സ്കിൻകാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഫേസ് വാഷും സൺസ്ക്രീനും മോയ്സ്ചറൈസറും എന്തായാലും ഡ്രൈ സ്കിൻകാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡ്രൈ സ്കിൻകാരുടെ റൊട്ടീനും അവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഓയിലി ആയി ഡ്രൈ ആയി. ഇത്
അപ്പം ആ ഒരു ഡ്രൈ സ്കിൻകാരുടെ റൊട്ടീൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡ്രൈ സ്കിൻകാർക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കാരണം സ്കിൻ ബാരിയർ ഡാമേജ് ആയി ഡ്രൈ ആയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ എങ്ങനെ ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ സ്കിൻ ബാരിയർ ഡാമേജിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തേക്ക്, അതൊന്ന് കയറി കണ്ടോക്കുക. അടുത്തത് നോർമൽ സ്കിൻ. നിങ്ങളുടെ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്കിൻ ഒന്ന് വൃത്തിയാക്കുക, ഇനഫ് ഹൈഡ്രേഷൻ കൊടുക്കുക, നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഓയിലി സ്കിൻകാരുടെ അത്ര ഇന്റൻസ് ആയിട്ട് ഫേസ് വാഷ് വേണ്ട. ഡ്രൈ സ്കിൻകാരുടെ ഫേസ് വാഷ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. അപ്പം ഇവിടെ നേരെ കയറി ഡ്രൈ സ്കിൻകാരുടെ ഫേസ് വാഷിലോട്ട് പോവുക, അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അതായത് ഫേസ് ഒന്നുകിൽ രാവിലെ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്ലാഷ് ചെയ്യുക, അത് മതി. എന്നിട്ട് നിങ്ങളുടെ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. ഏത് മോയ്സ്ചറൈസർ ആണ് ഞാൻ പറഞ്ഞുതരാം, ഡ്രൈ സ്കിൻകാരുടെ മോയ്സ്ചറൈസർ അല്ല. ദെൻ നിങ്ങളുടെ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാം. ദെൻ നൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഡബിൾ ക്ലെൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലി നോൺ കൊമഡോജനിക് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഓയിൽ ക്ലെൻസർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് സുഗന്ധയോ എർത്തൃതമോ ഡോക്ടർ ഷീറ്റോ ഫേസ് ഷോപ്പോ സിലിമാക്സോ അതല്ലേ അനുവയോ സ്കിൻ 1004 ഏത് ഡബിൾ ക്ലെൻസിങ് സാധനം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഓയിൽ നോർമൽ സ്കിൻകാർക്ക്. ദെൻ നിങ്ങൾ മോർണിംഗിൽ യൂസ് ചെയ്ത ഫേസ് വാഷോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മോർണിംഗിൽ ഫേസ് വാഷ് യൂസ് ചെയ്തില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഫേസ് വാഷ് എടുക്കാം. നല്ല ഫേസ് വാഷ് ഏതാണ് നോർമൽ സ്കിൻ എന്ന് വെച്ചാൽ സ്കിന്നിലെ നാച്ചുറൽ ഓയിൽ കീപ്പപ്പ് ചെയ്യുന്ന, ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യാത്ത എന്ന ഇമ്പ്യൂരിറ്റീസ് കളയുന്ന ഫേസ് വാഷ്. അത് നമുക്ക് എപ്പോഴും തരുന്നത് ഡ്രൈ സ്കിൻകാരുടെ ഫേസ് വാഷാണ്. കാരണം അത് നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യത്തില്ല. അവരുടെ ഫേസ് വാഷ് ഒരിക്കൽ ഡ്രൈ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ നോർമൽ സ്കിൻ എന്നായിരിക്കും ഈ ഒരു ഓയിൽ ഡ്രൈ സ്കിൻകാരുടെ ഫേസ് വാഷിൽ ഉണ്ടാവുക. അപ്പോൾ അതിന് റെക്കമെൻഡേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിളിൻ്റെ ഫേസ് വാഷ്, അതുപോലെ മിനിമലിസ്റ്റിൻ്റെത് ഓട്സ് ക്ലെൻസർ, സെറ്റാഫിലിൻ്റെ ജെന്റിൽ ക്ലെൻസർ, അല്ലെങ്കിൽ ഡോക്ടർ ഷേപ്പിൻ്റെ ജെന്റിൽ ക്ലെൻസർ, അങ്ങനെ ഏതെങ്കിലും ഒരു ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് മാത്രം നമുക്ക് നോർമൽ സ്കിൻകാർ യൂസ് ചെയ്യാം. ഓവറായിട്ട് ആക്റ്റീവ്സ് അടങ്ങിയ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഒന്നും അടങ്ങിയ ഫേസ് വാഷിലോട്ട് പോകരുത്. ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ഏതെന്ന് വെച്ചാൽ നമുക്ക് ഓയിലി സ്കിൻകാരുടെ മോയ്സ്ചറൈസർ ആണ് നല്ലത്. കാരണം നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണ്ട, ജെൽ ടൈപ്പ് ആയിട്ടുള്ള സ്കിൻ ഹൈഡ്രേഷൻ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം ഇനഫ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് ഫേസിൽ, ഓവറായിട്ടൊന്നും നടത്തണം. അപ്പൊ ഇനഫ് ആയിട്ടുള്ള ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ നോൺ കോമ്പിഡോജനിക് ആയിട്ടുള്ള ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും സെലക്ട് ചെയ്യാം. പ്ലമ്മിന്റെ ആയിക്കോട്ടെ, ഫോക്സ്ടെയിലിന്റെ ആയിക്കോട്ടെ, റിക്വലിന്റെ ആയിക്കോട്ടെ, ഫോർമുല റെക്സിന്റെ ആയിക്കോട്ടെ, ബ്യൂട്ടി ഓഫ് ജോസിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഏതെങ്കിലും സിമ്പിളിന്റെ ഓയിലി സ്കിൻ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാം. പിന്നെ പറയുകയാണെങ്കിൽ പോൺസിന്റെ ഹൈലറോണിക് ആസിഡ് അടങ്ങിയ മോയ്സ്ചറൈസർ ഓയിലി സ്കിൻകാരിൽ ചില ആൾക്കാർക്ക് പറ്റില്ല, പക്ഷെ നോർമൽ സ്കിൻകാർക്ക് പറ്റും. അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നമ്മുടെ ന്യൂട്രിജിയുടെ ഹൈഡ്രോ ബൂസ്റ്റർ മോയ്സ്ചറൈസർ, അങ്ങനെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാം. സൺസ്ക്രീനും നിങ്ങൾക്ക് എക്സ്ട്രീംലി മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഓയിലി സ്കിൻ സൺസ്ക്രീനിലോട്ട് പോകേണ്ട ജെൽ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻസിൽ ഡീകൺസ്ട്രക്റ്റിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, ഡീകൺസ്ട്രക്റ്റിന്റെ അതല്ലെങ്കിൽ സിലിമാക്സിന്റെ നമ്മുടെ കോസറെക്സിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അക്വലോജിക്കയുടെ വാട്ടർമെലോൺ സൺസ്ക്രീൻ, അതല്ലെങ്കിൽ ഡോട്ടാൻകിയുടെ വാട്ടർമെലോൺ സൺസ്ക്രീൻ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് നോർമൽ സ്കിൻകാർക്ക്. അതല്ലെങ്കിൽ നമ്മുടെ ഫിക്സ്ഡെർമയുടെ ജെൽ സൺസ്ക്രീൻസും നോർമൽ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ പിക്ക് ഔട്ട് ചെയ്യുക. ഓയിൽ ക്ലെൻസിങ്ങിനായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ബേസിക്കലി പറഞ്ഞാൽ മോർണിംഗിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻകാർ ചെയ്യേണ്ടത് ഒന്നുകിൽ അധിക ഫേസിൽ വിയർപ്പോ അതല്ലെങ്കിൽ സലൈവയോ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് കഴുകുക. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ പിക്കപ്പ് ചെയ്യുക, സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. നൈറ്റിൽ ഡബിൾ ക്ലെൻസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഓയിൽ ക്ലെൻസേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്, അത് യൂസ് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഒരു ഫേസ് വാഷ് ഫോളോ അപ്പ് ചെയ്യുക. ദെൻ നിങ്ങൾ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. ഇത്രയും കാര്യം മതി നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനിൽ. അടുത്തതാണ് കോമ്പിനേഷൻ. അതായത് ഒന്നിൽ കൂടുതൽ സ്കിൻ ടൈപ്പ് നമ്മുടെ ഫേസിൽ വരുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് വെച്ചാൽ ഞാൻ ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്. അതായത് എൻ്റെ ടീ സോൺ കുറച്ച് ഓയിലി ആയിരിക്കും, ബാക്കിയുള്ള ഭാഗം കുറച്ച് നോർമൽ ടു ഡ്രൈ ആയിരിക്കും. അതാണ് എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് തിരിച്ചായിരിക്കും, അവരുടെ വി സോൺ ഓയിലി ആയിരിക്കും, ബാക്കിയുള്ള ഭാഗം ഒന്നുകിൽ നോർമൽ അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും ഫേസ് വാഷ് കംപ്ലീറ്റ്ലി സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചില ഭാഗങ്ങളിൽ മാത്രമേ ഓയിൽനെസ് ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ടീ സോൺ എക്സീവ് ആയിട്ട് ഓയിൽനെസ് ഉള്ള ആൾക്കാരാണ്, അങ്ങനത്തെ കോമ്പിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീ സോണും വി സോൺ, ചില ആൾക്കാർക്ക് ടീ സോൺ ആയിരിക്കുമല്ലോ ഓയിൽനെസ് കൂടുതൽ, അങ്ങനെയാണെങ്കിൽ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഓയിൽനെസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഞാൻ പറയും കോമ്പിനേഷൻ സ്കിൻ കെയർത്ത് നൈറ്റിൽ മാത്രം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് 1% ഡെർമക്കോഡ് ആ ഒരു 1% ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഡബിൾ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഫേസ് വെറ്റായിട്ടിരിക്കുകയായിരിക്കും, കുറച്ച് ഫേസ് വാഷ് എടുക്കുക, ടീ സോണിൽ മാത്രം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 30 seconds ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വെള്ളം എടുക്കുക, പിന്നെ അത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ മൂക്കിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് നമ്മൾ ഫേസ് മൊത്തം വെള്ളമല്ലോ,
അതൊന്ന് ആ ഒരു പത ഉണ്ടല്ലോ, കുറച്ച് കുറച്ച് പത വരുമല്ലോ ഇതിനകത്ത് നിന്ന്, ആ പത നമ്മുടെ ഫേസിൽ ഫുള്ളൊന്ന് കഴുകിയിട്ട് പിന്നെ നന്നായിട്ട് വെള്ളം വെച്ച് കഴുകുക. അപ്പോൾ ഇനഫായിട്ട് നമ്മുടെ ഓയിലി സ്ഥലത്ത് സാലിസിലിക് ആസിഡും കൊടുത്തു, അല്ലാതെ കുറച്ച് ഫേസ് വാഷ്, അതായത് വീണ്ടും ഡൈല്യൂട്ട് ആയ ഫേസ് വാഷ് മാത്രമേ നമ്മുടെ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ സ്കിന്നിലോട്ട് വരത്തുള്ളൂ. അപ്പം അത് നമ്മുടെ നോർമൽ സ്കിന്നിനെയോ ഡ്രൈ സ്കിന്നിൻ്റെ ബാരിയറിനെ ഡാമേജ് ആക്കാൻ പോകില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാം. ദെൻ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മോയിസ്ചറൈസർ. മോയിസ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ സ്കിൻ എക്സസീവ് ആയിട്ട് ഓയിലിയാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ചില ട്രിക്കിയാണ്, കാരണം കോമ്പിനേഷൻ സ്കിൻ എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ രീതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓയിലി സ്കിൻ്റെ മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫൈൻ. പക്ഷേ ഇനഫ് ഹൈഡ്രേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്വിച്ച് ടു ഡ്രൈ സ്കിൻ മോയിസ്ചറൈസർ. അതല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്ക് പറ്റിയ മോയിസ്ചറൈസേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ബേസിക്കലി പറയും അതിനേക്കാളും നല്ലത് ഓയിലി അല്ലെങ്കിൽ ഡ്രൈ ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഡ്രൈ സ്കിൻ നോൺ കോമ്പിനോജനിക് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ്, വിത്തിൻ ബ്യൂട്ടിയുടെ മോയിസ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ ഫോർമുല റെക്സിന്റെ ഹൈഡ്രാവെയിൽ മോയിസ്ചറൈസർ, ഈവൻ ദ ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് നല്ല ഹൈഡ്രേഷൻ തരും. അങ്ങനത്തെ മോയിസ്ചറൈസേഴ്സ് ഉണ്ടല്ലോ, റിക്വലിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ, ഇതൊക്കെ ഈവൻ ദ ഓയിലി സ്കിൻകാരാണെങ്കിൽ നമുക്ക് ഇനഫ് ഹൈഡ്രേഷൻ തരും. ഇങ്ങനത്തെ മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾക്ക് താടിയുടെ അവിടെ എങ്ങനെ ഇത്തിരി ഡ്രൈനെസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ സ്കിന്നിന്റെ മോയിസ്ചറൈസേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോൺസിന്റെ ഹൈലറോണിക് ആസിഡ് പോലെയുള്ള മോയിസ്ചറൈസേഴ്സ് വാങ്ങിക്കുക. അത് ജെൽ ടൈപ്പ് ആയിരിക്കും, എന്നാൽ ഓയിലിക്കാർക്ക് ചില ആൾക്കാർക്ക് പറ്റില്ല, പക്ഷെ കോമ്പിനേഷൻകാർക്ക് പറ്റും. അങ്ങനത്തെ മോയിസ്ചറൈസേഴ്സ് വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ പോൺസിന്റെ ഹൈലറോണിക് ആസിഡ് അടങ്ങിയ മോയിസ്ചറൈസർ ആണ്, സൂപ്പർ ലൈറ്റ് ജെൽ മോയിസ്ചറൈസർ. അത് അപ്ലൈ ചെയ്യുക താടി ഭാഗത്ത് മാത്രം. ബാക്കിയുള്ളടുത്ത് നിങ്ങളുടെ അല്ലാത്ത മോയിസ്ചറൈസർ അപ്ലൈ ചെയ്താലും മതി. പക്ഷെ ഞാൻ 2 മോയിസ്ചറൈസർ ഒരുമിച്ച് ഫേസിൽ യൂസ് ചെയ്യാൻ എനിക്ക് അധികം ഞാൻ പറയാറില്ല, കാരണം ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്ത റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. അതുകൊണ്ടല്ല, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ അങ്ങനെ യൂസ് ചെയ്യും, അല്ല ബേസിക്കലി ഞാൻ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഓയിലി സ്കിൻകാരുടെ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുക. ഇനഫ് ഹൈഡ്രേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻകാരുടെ മോയിസ്ചറൈസർ ഞാൻ ഈ പറഞ്ഞാണ് അപ്ലൈ ചെയ്യുക. ഓയിലി സ്കിൻ ഏരിയയിലോട്ട് അല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ മറ്റേ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. സോ അങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഫേസിൽ മാക്സിമം 2 നേരം ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അധികം ഫോമിങ് ഇല്ലാത്ത ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക, അധികം ക്രീമി അല്ലാത്ത ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. അപ്പം ഒരുവിധ ഓയിൽനെസ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യുക. എന്ന് വെച്ചാൽ ജസ്റ്റ് എക്സസീവ് ആയിട്ട് ഓയിലി തോന്നുന്ന ദിവസങ്ങളിൽ മാത്രം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതും ഞാൻ ആദ്യമേ പറഞ്ഞ എനിക്ക് ടി സോൺ ആണെങ്കിൽ അവിടെ മാത്രം, അല്ലെങ്കിൽ വി സോൺ ആണെങ്കിൽ അവിടെ മാത്രം. ബാക്കി ഡ്രൈയിലോട്ട് സാലിസിലിക് ആസിഡ് പോവാനേ പാടില്ല. അല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളിൽ ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 2 ഫേസ് വാഷ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സാലിസിലിക് ആസിഡ് നൈറ്റിൽ ഓൾട്ടർനേറ്റ് നൈറ്റിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം 2 ദിവസത്തിൽ ഒരിക്കലും ഒക്കെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. അല്ലാത്ത ദിവസം മൊത്തം ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷസ് അപ്ലൈ ചെയ്യാം. ഫേസിൽ മോയിസ്ചറൈസർ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻകാരുടെ മോയിസ്ചറൈസർ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക. ആസ് ലോങ് ആസ് നിങ്ങൾക്ക് ഒരു എക്സസീവ് ആയിട്ട് ആക്നെ പ്രോൺ സ്കിൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വലിന്റെ സെറമൈഡ് മോയിസ്ചറൈസറോ മിനിമലിസ്റ്റിന്റെ മെറുല ഓയിൽ മോയിസ്ചറൈസറോ വിത്തിൻ ബ്യൂട്ടിയുടെ മോയിസ്ചറൈസറോ യൂസ് ചെയ്യാം. ഇതൊന്നും അധികം, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷേപ്പിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസേഴ്സ് നമുക്ക് ഈ ഭാഗത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയിസ്ചറൈസറാണ്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ അത് ആക്നെ ബ്രേക്കൗട്ട്സ് ഉണ്ടാവത്തില്ല, ഡ്രൈ സ്കിൻകാർക്ക് ഇന്നെ ഹൈഡ്രേഷൻ കിട്ടും. സൺസ്ക്രീനിലോട്ട് പോവുകയാണെങ്കിൽ കോമ്പിനേഷൻ ടു ഓയിലി ആണ് നിങ്ങൾക്ക് ഇതായിട്ട് നിങ്ങൾക്ക് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ ഓയിലി സ്കിൻകാർക്ക് നമ്മൾ ഓൾറെഡി സൺസ്ക്രീൻ റെക്കമെൻഡേഷൻ ഇല്ല, അങ്ങനത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഡ്രൈ ആണ് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ ഡ്രൈ സ്കിൻകാരുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഡൗട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും മറക്കണ്ട. സോ ഇന്നത്തെ സ്കിൻ കെയർ വീഡിയോ ഇവിടെ തീരാണ്. നമ്മളിന്ന് ബേസിക് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ സൺഡേസും ട്യൂസ്ഡേസും തേഴ്സ്ഡേയും ആണ് ഞാൻ വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ വരുന്നവരെ ലക്ഷ്മി സൈനിങ്.